എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിയോ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ പട്ടാള മേധാവി അസിം മുനീറിനെ വിളിച്ച് ലഞ്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഇന്ത്യയിലെ മാധ്യമങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അമേരിക്ക ഇന്ത്യക്കിട്ട് പണിയാണെന്ന തരത്തിലുള്ള ഒരു വാർത്ത പ്രചരിപ്പിച്ചു. പക്ഷേ സത്യം അങ്ങനെയല്ല. അതിന് പിന്നിൽ ഒരുപാട് കളികളുണ്ട്. അതെന്താണെന്ന് ഞാൻ വിശദമായി പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കൻ ആർമിയുടെ 250-ാം വാർഷികം ആഘോഷിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ പാകിസ്ഥാൻ പട്ടാള മേധാവിയായ അസിം മുനീർ പങ്കെടുക്കുമെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നു. പക്ഷേ പിന്നീടാണ് അമേരിക്കൻ ആർമി തന്നെ അത് നിഷേധിച്ചു. അപ്പോൾ ആ സമയത്ത് ആ വാർത്ത നിഷേധിക്കുമ്പോൾ തന്നെ അസിം മുനീർ അമേരിക്കയിലുണ്ട്. അതിനുശേഷമാണ് വൈറ്റ് ഹൗസിൻ്റെ ഒഫീഷ്യൽ ഇൻവിറ്റേഷൻ അസിം മുനീർ ലഭിക്കുന്നത്. അതായത് ലഞ്ചിൽ പങ്കെടുക്കണമെന്നല്ലേ. അപ്പോൾ സാധാരണ അമേരിക്ക മറ്റു രാജ്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒരു സൈനിക മേധാവിയായിട്ട് അങ്ങനെ ഡീൽ ചെയ്യില്ല. അങ്ങനെ ലഞ്ചോ അങ്ങനെയുള്ള ഡിസ്കഷൻ ഒന്നും നടത്താറില്ല. നേരെ മറിച്ച് അവിടുത്തെ ഭരണത്തിലിരിക്കുന്ന ഒഫീഷ്യൽ ആൾക്കാരുമായിട്ടാണ് ഡിസ്കഷൻ നടത്താറ്. പക്ഷേ ഇവിടെ അമേരിക്കയും പാകിസ്ഥാനും മുമ്പ് ഇങ്ങനെ പലതവണ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് അയൂബ് ഖാൻ മുമ്പ്, അതായത് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയായ അയൂബ് ഖാൻ സൈനിക മേധാവിയായിരിക്കുന്ന സമയത്ത് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ കെന്നഡി ലഞ്ചിന് വിളിച്ചിരുന്നു. പിന്നെ സിയാ ഉൾ ഹക്ക്, ജിമ്മി കാർട്ടറും ഡൊണാൾഡ് റീഗനും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സിയാ ഉൾ ഹക്കിനും ഇതുമാതിരി ലഞ്ച് കൊടുത്തിരുന്നു. പിന്നെ പർവേസ് മുഷറഫിന് അദ്ദേഹം സൈനിക മേധാവി ആയിരിക്കുമ്പോൾ ബുഷ് അദ്ദേഹത്തിന് ഇതേമാതിരി ലഞ്ച് കൊടുത്തിരുന്നു. അപ്പോൾ പിന്നീട് ചരിത്രത്തിൽ എന്താ ഉണ്ടായിരുന്നത്? അതായത് അമേരിക്ക ലഞ്ചിന് വിളിച്ച സൈനിക മേധാവികളൊക്കെ പിന്നീട് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായി മാറി എന്നതാണ് ചരിത്രത്തിലുണ്ടായി. അയൂബ് ഖാനും സിയാ ഉൾ ഹക്കും പർവേസ് മുഷറഫൊക്കെ പിന്നീട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആകുന്ന ചരിത്രം ഞങ്ങൾ കണ്ടതാണ്. അതേ ഒരു ചരിത്രമാണ്, അതേ ഒരു കാര്യമാണ്, അതേ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതായത് അമേരിക്ക അസിം മുനീറിനെ എൻഡോസ് ചെയ്യുന്നു. അതായത് അസിം മുനീറിനോട് പറയുന്നു, നീ പോയിട്ട് അവിടുത്തെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കൂ, നീയാണ് അവിടുത്തെ അടുത്ത പ്രൈം മിനിസ്റ്റർ എന്ന തരത്തിലുള്ള ഒരു ഇത് എന്താ പറയുക അമേരിക്ക അസിം മുനീറിനോട് പറയുകയാണ് ചെയ്തത്. അതായത് ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ എപ്പോഴൊക്കെ അമേരിക്കയുടെ പ്രസിഡന്റുമാർ പാകിസ്ഥാൻ പട്ടാള മേധാവികളെ വിളിച്ച് ലഞ്ച് കൊടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ പിന്നീട് നടന്നത് അവരൊക്കെ അവിടുത്തെ പ്രധാനമന്ത്രി ആകും എന്ന കാര്യമാണ് നടന്നത്. പക്ഷേ ഇതേമാതിരിയാണ് ഇത് അസിം മുനീറിൻ്റെ കാര്യമുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആർമി, അമേരിക്കൻ ആർമി ഒരിക്കലും 250-ാം വാർഷികത്തിന് എന്താ പറയുക ഇവർ ക്ഷണിച്ചിട്ടില്ല. പക്ഷേ അവിടെ ഈ അസിം മുനീർ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയത് ആരാണെന്ന് അറിയാം. അവിടെയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു വ്യക്തി വിളിച്ചിട്ടാണ് അസിം മുനീർ അമേരിക്കയിലോട്ട് പോകുന്നത്. അതായത് സാജിദ് തരാർ എന്ന് പറഞ്ഞാൽ, അതായത് പാകിസ്ഥാനാണ്, അമേരിക്കയിൽ താമസിക്കുന്ന ഒരു മുസ്ലിമാണ്. അപ്പോൾ ഇദ്ദേഹം എന്ന് വെച്ചാൽ ഒരു ബിസിനസ്മാനാണ്, ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത ഫ്രണ്ടാണ്, അമേരിക്കൻ മുസ്ലിംസ് ഫോർ ട്രംപ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ സ്ഥാപകൻ കൂടിയാണ്. അതായത് അമേരിക്കയിൽ ഈ ട്രംപിന് അനുകൂലമായി അമേരിക്കയിലെ മുസ്ലിങ്ങളെ ഒന്നിച്ച് കൂട്ടിയിട്ട് ആ ട്രംപ് അഡ്മിനിസ്ട്രേഷന് അനുകൂലമായ ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നതിൻ്റെ ഓർഗനൈസേഷൻ്റെ ഒരു ഫൗണ്ടർ കൂടിയാണ് ഈ സാജിദ് തരാർ. അപ്പോൾ ഈ സാജിദ് തരാറിൻ്റെ മകനുണ്ടല്ലോ, അതുപോലെ ട്രംപ് ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമേരിക്കൻ ഭരണത്തിൽ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ പങ്കാളിയാണ് സാജിദ് തരാർ. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് എന്താണ്? ഈ ട്രംപിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് വൻകിട സാമ്പത്തിക ശക്തികളും ഇങ്ങനെ ലോകത്തെ പണക്കാരും തന്നെയാണെന്നാണ്. അതായത് ഈ സാജിദ് തരാർ എന്ന ആളുണ്ടല്ലോ, അദ്ദേഹം എന്ന് വെച്ചാൽ ഡൊണാൾഡ് ട്രംപിനെ മാത്രമല്ല നരേന്ദ്രമോദിയെയും കൂടി പ്രശംസിച്ചിട്ടുണ്ട്. ഈ സാജിദ് തരാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും നല്ല രീതിയിൽ പോകണം, അത് നല്ല രീതിയിൽ പോയിട്ട് നല്ല ഐക്യത്തിൽ പോകേണ്ട രണ്ട് രാജ്യങ്ങളാണ്. ഇങ്ങനെ പോരടിച്ച് എന്താ പറയുക അതിന് ഡെവലപ്മെൻറ്റ് ഇല്ലാതാക്കരുത്, നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് സാജിദ് തരാർ. അപ്പോൾ ഈ അസിം മുനീർ അമേരിക്കയിലെത്തിയപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം ഉണ്ടാക്കിയ ആരാന്നറിയോ? ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ പി ടി എന്ന് പറയുന്ന പാർട്ടിയാണ്. അതായത് അസിം മുനീർ ജിഹാദി മൈൻഡ് സെറ്റിലുള്ള ഒരാളാണ്. കുറേ ആൾക്കാരെ കൂട്ടക്കൊല ചെയ്ത ആളാണ്. പെഹൽഗാമിലൊക്കെ തീവ്രവാദികളെ വിട്ട് ആൾക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന നേതൃത്വം നൽകിയ ഒരാളാണ് എന്ന തരത്തിലുള്ള ഒരു വലിയ പ്രക്ഷോഭം അവിടെ എന്താ പറയുക അവിടെ അമേരിക്കൻ പാകിസ്ഥാനികൾ ഉണ്ടാക്കി. അപ്പോൾ അതിന് പിന്നിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിയാണ്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി, അതായത് അമേരിക്ക അസിം മുനീറിൻ്റെ അടുത്ത് പറഞ്ഞു, നേരെ പോയി അവിടെ ഭരണം അട്ടിമറിക്കോ, നീയാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നു. അപ്പോൾ ഇവർ ശരിക്കും ഈ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ അലിഗേഷൻ നടത്തുന്നതെന്ന് വെച്ചാൽ ഈ അസിം മുനീറും സാജിദ് തരാറും ഒരു പ്രോ ഇസ്രയേലി സ്റ്റാൻഡുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ അമേരിക്കയിൽ ചെന്ന ഉടനെ തന്നെ കഴിഞ്ഞ ദിവസം അസിം മുനീർ ഇന്ത്യക്കെതിരെ പറഞ്ഞില്ലേ, ഇന്ത്യക്കെതിരെ ഒരുപാട്, അതായത് മറ്റേ ഓപ്പറേഷൻ സിന്ദൂർ വിജയിച്ചത് ഞങ്ങളാണ്, ഞങ്ങളുടെ വിക്ടറി സ്പീച്ചാണെന്നൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ, അതായത് അമേരിക്കയിലെ പാകിസ്ഥാൻകാരനെ അവിടെ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിം മുനീർ ഒരു പ്രോ ഇസ്രയേലി സ്റ്റാൻഡ് സ്വീകരിക്കുന്ന, അസിം മുനീറും സാജിദ് തരാറും ഒരു പ്രോ ഇസ്രയേലി സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ഒരാളാണ് എന്ന തരത്തിൽ. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. ഞാൻ നേരത്തെ ഇതിന് തൊട്ട് മുന്നേ പറഞ്ഞ മാതിരി അമേരിക്ക ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ, അതായത് പാകിസ്ഥാൻ്റെ സൈനിക മേധാവികൾ ആരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അവരൊക്കെ പിന്നീട് പ്രധാനമന്ത്രി ആകുന്ന ഒരു ചരിത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിവർ തിരിച്ചറിഞ്ഞാണ്, ഇമ്രാൻഖാൻ്റെ പാർട്ടി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ അസിം മുനീറിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉന്നയിക്കുന്നത്. അതായത് അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന് കൂട്ടക്കൊലത്തിന് നേതൃത്വം നൽകിയ ഒരാളാണ് അസിം മുനീർ എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? അവിടെ ഭരിക്കുന്ന ഷെഹബാസ് ഷെരീഫിൻ്റെ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും പിന്നെ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററും ഒക്കെ ഇസ്രയേലിനെതിരാണ്. അതായത് ഇസ്രയേൽ ഇറാൻ ഇപ്പോൾ ഒരു വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വാറിൽ ശരിക്കും
ഇവർക്കെതിരെയാണ്, ഇസ്രയേലിനെതിരെയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായി, അതായത് ഒരു പ്രോ ഇസ്രയേലി സ്റ്റാൻഡുള്ള ഒരു ഗവൺമെൻറ് വരണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. അപ്പോൾ അതാണ് അവിടെ സംഭവിച്ചത്. ആ ലഞ്ചിൽ, ആ അസീം മുനീറിന് കൊടുത്ത ലഞ്ചിൽ സംഭവിച്ചതെന്നാണെന്നോ, അവിടെ നടന്ന ഡിസ്കഷനിൽ ഡൊണാൾഡ് ട്രംപ് 2 കാര്യങ്ങളാണ് അസീം മുനീറിന് മുന്നോട്ട് വെച്ചത്. അതായത് മുസ്ലിം ഉമ്മത്ത് പറഞ്ഞിട്ട് ഇറാനെ സപ്പോർട്ട് ചെയ്യരുത്. അത് കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഈ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ കൺട്രിയാണ്, ന്യൂക്ലിയർ വെപ്പൺ പാകിസ്ഥാൻ്റെ കയ്യിലുണ്ട്. ഈ മുസ്ലിം ഉമ്മത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് എന്തെങ്കിലും, ലോകത്ത് ഏത് മുസ്ലിം അവരുടെ സുഹൃത്താണ്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായി, ഒരു മുസ്ലിമിന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു മുസ്ലിം ഇടപെടും. അതാണ് ഈ മുസ്ലിം ഉമ്മത്ത് എന്ന് പറഞ്ഞത്. ആ ഉമ്മത്ത് പറഞ്ഞ് ഇറാനെ സപ്പോർട്ട് ചെയ്യരുത്. പിന്നെ അത് മാത്രമല്ല, ഇസ്രായേൽ ഇറാൻ ഇപ്പോൾ വാർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അധിക കാലം ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ അത് കുറേ നാളായിട്ട് പലസ്തീനായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഏകദേശം 1 വർഷത്തോളമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ, ഹമാസായിട്ട് ഇവരൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ പക്കൽ നിന്ന് ആവനാഴി ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അധിക കാലം എന്താ പറയുക, ഈ പലസ്തീനായിട്ട് യുദ്ധം ചെയ്ത മാതിരി അധിക കാലം ഇസ്രായേലിന് ഇറാനായിട്ട് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഇറാൻ്റെ ആവനാഴി ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക ഇടപെട്ടേ പറ്റൂ. എന്താ പറയുക, അമേരിക്കക്ക് ഇടപെടാതിരിക്കാൻ പറ്റില്ല, ഇസ്രായേലിനെ രക്ഷിച്ചേ പറ്റൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അമേരിക്കക്ക് ഇറാനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അമേരിക്കക്ക് ഇറാനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ അറ്റാക്ക് ചെയ്യാം. പക്ഷേ അതിനൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എന്ന് പറയുന്നത് സൗദി, UAE അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചില സാങ്കേതിക തടസ്സങ്ങൾ അമേരിക്കക്ക് ഇറാൻ അറ്റാക്ക് ചെയ്യാനുണ്ട്. പക്ഷേ ഏറ്റവും സൗകര്യം, അമേരിക്കക്ക് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ ഏറ്റവും സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ മണ്ണാണ്. അപ്പോൾ എന്താ പറയുക, അതും കൂടി ലക്ഷ്യം. ഈ രണ്ട് കാര്യങ്ങളാണ് ഡൊണാൾഡ് ട്രംപ് അസീം മുനീർ മുന്നോട്ട് വെച്ചത്. അത് ഞാൻ നിന്നെ പ്രധാനമന്ത്രിയാകാം, പക്ഷേ നീ എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യണം. അതായത് മുസ്ലിം ഉമ്മത്ത് പറഞ്ഞ് ഇറാനെ സപ്പോർട്ട് ചെയ്യരുത്, ന്യൂക്ലിയർ വെപ്പൺസ് അവർക്ക് കൊടുക്കരുത്. പിന്നെ രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടിയിട്ട്, ഇൻ കേസ് ഇസ്രായേലിന് എന്താ പറയുക ആവണായി തീരുമ്പോൾ ഇസ്രായേലിന് വേണ്ടി അമേരിക്കക്ക് ഇറാനെ അറ്റാക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ പാകിസ്ഥാൻ മണ്ണാണ് ഏറ്റവും സേഫ്, അതായത് അവർക്ക് സൗകര്യം, കൺവീനിയൻസ് അതാണ്. പിന്നെ നേരെ ഈ നേരത്തെ തന്നെ ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങുമ്പോഴുണ്ടല്ലോ, തുടങ്ങിയിട്ട് കുറച്ച് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഇറാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങളെ അറ്റാക്ക് ചെയ്ത ഇസ്രായേൽ, ഞങ്ങൾക്കെതിരെ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇസ്രായേൽ മണ്ണിൽ ആണവായുധം പ്രയോഗിക്കും എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ നടത്തിയിരുന്നു. അപ്പോൾ ഇതൊക്കെ എല്ലാം കൺസോൾട്ടേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, ഈ പാകിസ്ഥാൻ്റെ പക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അത് ഇൻ കേസ് എന്തെങ്കിലും ഇതായിട്ട് ഇറാന് കൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ അവിടെ ഇസ്രായേലിൽ കൊണ്ടിടും. അത് വലിയ പ്രശ്നങ്ങളാക്കും. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് അസീം മുനീറിനെ പാകിസ്ഥാനെ വിളിച്ച് ലഞ്ച് കൊടുക്കുകയും നിന്നെ പ്രധാനമന്ത്രി ആക്കാൻ എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും. ഇത് ശരിക്കും ഇതിൽ ചിരിക്കുന്നത്, പൊട്ടിച്ചിരിക്കുന്ന ഇന്ത്യ തന്നെയാണ്. അതായത് പാകിസ്ഥാനിൽ ഒരു പ്രോ ഇസ്രയേലി സ്റ്റാൻഡുള്ള ഒരു ഗവൺമെൻറ് വരുന്നത് ഇന്ത്യക്ക് എന്തുകൊണ്ടും അനുകൂലമാണ്, നല്ലതാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് അമേരിക്കയല്ല, ഇസ്രയേലാണ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. ആ ഇസ്രയേൽ നിയന്ത്രിക്കുന്ന, അതായത് ബെഞ്ചമിൻ നെതന്യാഹു നിയന്ത്രിക്കുന്ന ഒരു സർക്കാർ പാകിസ്ഥാനിൽ വരാൻ പോകുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ജിയോ പൊളിറ്റിക്സിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ പുറത്തു വരും. ഈ സംഭവവികാസങ്ങളുണ്ടല്ലോ, ശരിക്കും ഇന്ത്യൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യം, വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്ന മാതിരി അനുസരിക്കുന്ന ഒരു പ്രധാനമന്ത്രി പാകിസ്ഥാനിൽ ഉണ്ടാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എവിടെ കിടക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ വലിയ കാര്യങ്ങൾ ലോകത്ത് സംഭവിക്കാൻ പോവുകയാണ്. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.